E20 പെട്രോളാണല്ലേ ഇന്നത്തെ ചർച്ചാ വിഷയം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പെട്രോൾ ഉണ്ടായിരുന്നു, പച്ചില പെട്രോൾ. ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളെക്കാൾ സമ്പന്നമാകുമെന്നൊക്കെ ഓരോ ഇന്ത്യക്കാരനെയും സ്വപ്നം കാണിച്ച രാമർ പെട്രോൾ. 90കളുടെ മധ്യത്തിൽ തമിഴ്നാട്ടുകാരനായ രാമർ പിള്ള താൻ ചില ഔഷധ സസ്യങ്ങളിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കി എന്ന് അവകാശപ്പെട്ടു. വെറുതെ അവകാശപ്പെടുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പൊതുമധ്യത്തിൽ തൻ്റെ ഔഷധ സസ്യങ്ങളൊക്കെ തിളപ്പിച്ച് അതിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കി അത് കത്തിച്ച് കാണിച്ചു കൊടുത്തു, ലൈവ് ഡെമോ ചെയ്തു കൊടുത്തു. ഇത് വൻ വാർത്താ പ്രാധാന്യമാണ് അന്ന് നേടിയത്. ഇന്നത്തെ പോലെ തന്നെ അന്നും പെട്രോൾ വില ഭയങ്കരമായിട്ട് കുതിച്ചു കയറുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചിലയിൽ നിന്ന് പെട്രോൾ എന്ന് പറഞ്ഞപ്പോൾ അതിന് വൻ വാർത്താ പ്രാധാന്യമാണ് അന്ന് കിട്ടിയത്. അത് വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, BBC പോലെയുള്ള വിദേശ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത വാർത്ത. വെറും 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച രാമർ പിള്ളയുടെ ഈ കണ്ടുപിടുത്തം ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങളെക്കാൾ സമ്പന്നമാക്കുമെന്ന് പലരും വിശ്വസിച്ചു. ചില രഹസ്യ ഔഷധങ്ങൾ വെള്ളത്തിനൊപ്പം ഇട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് ഇന്ധനം വേർതിരിച്ചെടുക്കാമെന്നതായിരുന്നു രാമർ പിള്ളയുടെ അവകാശവാദം. പെട്രോളിൻ്റെ വില 35 രൂപയൊക്കെ ആയിരുന്നു അന്ന് രാമർ പിള്ളയുടെ ഈ പെട്രോളിൻ്റെ വില 10 മുതൽ 15 രൂപ വരെ മാത്രമായിരുന്നു. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം തൻ്റെ ഈ ലൈവ് ഡെമോ കാണിച്ചു. അതായത് വെള്ളത്തിൽ ഔഷധ സസ്യങ്ങളിട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് പെട്രോൾ എടുത്ത് അതിൽ ഒരു കടലാസ് മുക്കി അത് ലൈവായിട്ട് കത്തിച്ച് കാണിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രശംസ വരെ നേരിട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ഇത് രാമർ പിള്ളയുടെ പ്രശസ്തി വാനോളം ഉയർത്തി. സാധാരണക്കാർ മുതൽ ഡീലർഷിപ്പിനും മറ്റുമായി വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ വരെ ഈ രാമറിനെ കാണാൻ അന്ന് ക്യൂ നിന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം പെട്ടെന്നാണ് മാറി വന്നത്. കാരണം IIT മദ്രാസ്, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഇവിടുത്തെ വിദഗ്ധരൊക്കെ വന്നിട്ട് ഈ രാമർ പെട്രോൾ വിശദമായിട്ട് ശാസ്ത്രീയമായി പരീക്ഷിച്ചു. രാമർ പെട്രോളിന് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞത് ഇതൊരു ജൈവ ഇന്ധനമൊന്നുമല്ല, ഇതെന്തൊക്കെയോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പെട്രോൾ മാത്രമാണ് എന്നാണ്, അല്ലെങ്കിൽ ഒരു ഇന്ധനം മാത്രമാണ് എന്ന് അവർ പ്രൂവ് ചെയ്തു. പക്ഷേ ഈ കാലം കൊണ്ട് തന്നെ രാമർ പിള്ള ഇതിൻ്റെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കേട്ടോ. ഡീലർഷിപ്പിനും മറ്റുമായിട്ട് അദ്ദേഹം പലരിൽ നിന്നും കോടികൾ ഈ സമയം കൊണ്ട് കൈപ്പറ്റി കഴിഞ്ഞിരുന്നു. ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ രാമർ പെട്രോൾ പരാജയപ്പെട്ടു എന്നതൊക്കെ ആയതോടുകൂടി ഇത് കേസായി. കോടികൾ പലരുടെയിൽ നിന്നും കൈപ്പറ്റിയതിൻ്റെ കേസും അങ്ങനെ പല രീതിയിൽ കേസുകളായി. അങ്ങനെ CBI അന്വേഷണത്തിന് വന്നു. ഒടുവിൽ രാമർ പിള്ള ജയിലിലേക്ക് പോയി. എന്നാലും രാമർ പിള്ള പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചത് യഥാർത്ഥ ജൈവ ഇന്ധനം തന്നെയാണ്, തന്നെ ചതിച്ചതാണ് എന്നൊക്കെയാണ്. പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും അദ്ദേഹം വീണ്ടും ഈ ജൈവ പെട്രോളൊക്കെയുമായിട്ട് വീണ്ടും രംഗത്ത് വന്നിരുന്നു. പക്ഷേ അപ്പോഴും ശാസ്ത്രീയമായത് തെളിയിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുപോലെ പഴയ പോലുള്ളൊരു മാധ്യമ ശ്രദ്ധയൊന്നും ഇതിന് കിട്ടിയില്ല. എന്തായാലും വെറും 9ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ ഉണ്ടാക്കിയ ആ ഒരു കണ്ടുപിടുത്തമുണ്ടല്ലോ, അത് അന്ന് ഉണ്ടാക്കിയൊരോളം ചില്ലറൊന്നും ആയിരുന്നില്ല. ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിരുന്നു. പലരും ഇങ്ങനത്തെ പരീക്ഷണത്തിൻ്റെ പിന്നാലെ പോയിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ അന്നുണ്ടായിരുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, രാമർ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക.